നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ വെച്ച് ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്ത ശ്രീലങ്കൻ പൗരന്മാരെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി ഭീകരവിരുദ്ധ സേന. IS ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നതിന്റെ പേരിൽ മെയ് 20 അഹമ്മദാബാദിൽ നിന്ന് അറസ്റ്റിലായ 4 ശ്രീലങ്കക്കാരിൽ 2 പേർ 38 മുതൽ 40 വരെ തവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്നാണ് ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ബുധനാഴ്ച പറഞ്ഞത്. മുഹമ്മദ് നുസ്രത്ത്, മുഹമ്മദ് നുഫ്രാൻ, മുഹമ്മദ് റാസ്റ്റീൻ, മുഹമ്മദ് ഹാരിസ് എന്നിവരെയാണ് പ്രതികളെന്ന് ATS തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇതിൽ നുസ്രത്തും നഫ്രാനുമാണ് ഇടയ്ക്കിടെ ഇന്ത്യ സന്ദർശിക്കാറുണ്ടായിരുന്നത്. എന്നാൽ മറ്റു 2 പേരും ആദ്യമായിട്ടാണ് എന്ന് ATS വെളിപ്പെടുത്തി. തിങ്കളാഴ്ചയാണ് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ശ്രീലങ്കൻ പൗരന്മാരെന്ന് സംശയിക്കുന്ന 4 ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് ഭീകരരെ ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ ISന്റെ തലവൻ ഹാരിസ് ഫറൂഖിനെയും ഇയാളുടെ അടുത്ത അനുയായിയായ അനുരാഗ് സിംഗിനെയും ആസാം പോലീസ് അറസ്റ്റ് ചെയ്തത് 2 മാസത്തിന് ശേഷമാണ്. ഈ 4 IS ഭീകരരുടെ അറസ്റ്റ് എന്നത് ശ്രദ്ധേയമാണ്. അവരുടെ ഇന്ത്യ സന്ദർശനവും ഭീകരവിരുദ്ധ സേന അന്വേഷിച്ചിട്ടുണ്ട്. നുസ്രത്തും നഫ്രാനും യഥാക്രമം 38, 40 തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ആളുകൾ വളരെ അപകടകാരികളായ മതമൗലികവാദികളാണ്. മറ്റു പല സംഘടനയിലൂടെയും അവർ തങ്ങളുടെ തീവ്രമായ ചിന്താഗതികൾ നേരത്തെയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ATS പോലീസ് സൂപ്രണ്ട് സുനിൽ ജോഷി അഹമ്മദാബാദിൽ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, നേരത്തെ ഒരു സ്വർണ്ണക്കടത്ത് കേസിലും മയക്കുമരുന്ന് കേസിലും നുസ്രത്ത് അറസ്റ്റിലായിട്ടുണ്ട് എന്നും നഫ്രാൻ മയക്കുമരുന്ന് കടത്തിൽ പങ്കുള്ളതായി സമ്മതിച്ചിട്ടുണ്ട് എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. മറുവശത്ത് റാസ്റ്റീനെതിരെ കുറഞ്ഞത് 3 മയക്കുമരുന്ന് കേസെങ്കിലും ഉണ്ട്. ഹാരിസിനെതിരെയും മയക്കുമരുന്ന് കേസുകളുണ്ട്. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളുടെയും രാഷ്ട്രീയ സ്വയം സേവക് സംഘ അംഗങ്ങളുടെയും ഒരു പാഠം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് ഇവർ ഇന്ത്യയിലേക്ക് വന്നതെന്ന് ATS വെളിപ്പെടുത്തി. ഇവരിൽ നിന്ന് കണ്ടെടുത്ത വസ്തുക്കൾ ISൽ ചേരാനും അബൂബക്കർ ബാഗ്ദാദി കാണിച്ചു തന്ന പാത പിന്തുടരാനും മുസ്ലിം സമുദായത്തിനെതിരെ അതിക്രമം നടത്തുന്ന എന്ന് ഇവർ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഒരു പാഠം പഠിപ്പിച്ചതിനും ഉള്ള പ്രതിബദ്ധത തെളിയിക്കുന്ന തെളിവുകളാണിതെന്നും ATS കൂട്ടിച്ചേർത്തു.